റഷ്യയുമായുള്ള യുദ്ധത്തിലെ യുക്രൈൻ്റെ നീക്കം ഇതാ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സെക്യൂരിറ്റി ഏജൻസികളുള്ള റഷ്യയുടെ ചാരക്കണ്ണുകളെ നിഷ്പ്രഭമാക്കി ഒന്നിലധികം സൈനിക വ്യോമത്താവളങ്ങൾക്ക് നേരെയാണ് ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണം. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന് പേരിട്ട ഈ സൈനിക നീക്കം ആധുനിക യുദ്ധത്തിൻ്റെ നിയമങ്ങൾ തന്നെ മാറ്റി എഴുതാൻ സാധ്യതയുള്ളതാണ്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഇത് നടപ്പാക്കിയത്? നമുക്ക് നോക്കാം. ഒരു വർഷത്തിലേറെയായി, കൃത്യമായി പറഞ്ഞാൽ 18 മാസത്തോളമായി യുക്രൈൻ ആസൂത്രണം ചെയ്ത ഒരു ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. യുക്രൈൻ റഷ്യയുടെ നിരവധി വ്യോമത്താവളങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. അതിർത്തിയിൽ നിന്ന് ഏകദേശം 4000 കിലോമീറ്റർ അകലെയുള്ള സൈബീരിയയിലെ ഒരു വ്യോമത്താവളത്തിലടക്കം ആക്രമണമുണ്ടായത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമാണ്. മൊത്തം 5 വ്യോമത്താവളങ്ങളെയാണ് യുക്രൈനിയൻ ഡ്രോണുകൾ ലക്ഷ്യമിട്ടത്. മുർമാൻസ്ക്, ഇർകുട്സ്ക്, ഇവാനോവോ, റിയാസാൻ, അമൂർ മേഖലകളിലെ താവളങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ ഓപ്പറേഷനെ അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് റിസൾട്ട് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രോജൻ ഹോഴ്സ് മോഡൽ ആക്രമണമെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. പ്രത്യേകം സജ്ജീകരിച്ച FPV ഡ്രോണുകൾ അഥവാ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ മൊബൈൽ വുഡൻ ക്യാബിനുകളിൽ ഒളിപ്പിച്ച് ട്രക്കുകൾ വഴിയാണ് റഷ്യയിലേക്ക് കടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ സുരക്ഷാ വീഴ്ച തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും.